ഹായ് സുഹൃത്തുക്കളെ, ലാംഗ്വേജ് ലാബിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം നമ്മുടെ സുഹൃത്തുക്കളായ ആനിയും മനുവും കൂടെ ഒരു സന്തോഷമുള്ള ഫാമിലേക്ക് പോകുന്നു. അവിടെ നമുക്ക് ചില ക്യൂട്ട് മൃഗങ്ങളെ കാണാം. അവയുടെ പേരുകളും ശബ്ദങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലുമായി പഠിക്കാം. തയ്യാറാണോ? വരൂ പോകാം. Hi friends! Welcome back to Language Lab. Today, we're visiting a happy farm with our friends Annie and Manu to meet some cute animals. Let's learn their names and sounds in English and Malayalam. Ready? Let's go! Look, Manu. That's a cow. In Malayalam, we say Pashu. നോക്കൂ മനു, അത് ഒരു പശുവാണ്. മലയാളത്തിൽ അതിനെ പശു എന്ന് പറയുന്നു. The cow says moo moo. പശു മൂ മൂ എന്ന് പറയുന്നു. Did you know? Cows can remember faces, they never forget their friends. അറിയാമോ, പശുക്കൾക്ക് മുഖങ്ങൾ ഓർമ്മ വയ്ക്കാൻ കഴിയും. അവ ഒരിക്കലും അവരുടെ സുഹൃത്തുക്കളെ മറക്കാറില്ല. Wow! The rooster is waking everyone up. In Malayalam, it's called കോഴി. കോഴി എല്ലാവരെയും ഉണർത്തുകയാണ്. മലയാളത്തിൽ അതിനെ കോഴി എന്ന് പറയുന്നു. The rooster says cock-a-doodle-doo. കോഴി കൂകുന്നു. Did you know? Roosters can recognize up to 30 other chickens' voices. അറിയാമോ, ആനുകോഴികൾക്ക് 30 വരെ മറ്റു കോഴികളുടെ ശബ്ദം തിരിച്ചറിയാൻ കഴിയും. This is a sheep. In Malayalam, we say Adu. ഇത് ഒരു ആടാണ്. മലയാളത്തിൽ അതിനെ ആട് എന്ന് പറയുന്നു. The sheep says ba ba ba. ആട് ബാ 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 എന്ന് പറയുന്നു. You know what? Sheep can see behind them without turning their heads. നിങ്ങൾക്കറിയാമോ, ആടുകൾക്ക് തല തിരിക്കാതെ തന്നെ പിന്നിലേക്കും കാണാൻ കഴിയും. Here's a cute dog running around. In Malayalam, it's called Naya. ഇവിടെ നോക്കൂ, ഒരു ക്യൂട്ട് നായ ഓടിക്കൊണ്ടിരിക്കുന്നു. മലയാളത്തിൽ അതിനെ നായ എന്ന് പറയുന്നു. ഇവിടെ നോക്കൂ, ഒരു ക്യൂട്ട് നായ ഓടിക്കൊണ്ടിരിക്കുന്നു. മലയാളത്തിൽ അതിനെ നായ എന്ന് പറയുന്നു. നായ ബൗ ബൗ എന്ന് പറയുന്നു.
Dogs' noses are as unique as human fingerprints. Dogs' noses are as unique as human fingerprints. Wow! Look at that big elephant. In Malayalam, it's Ana. നോക്കൂ, എത്ര വലിയ ഒരു ആന. മലയാളത്തിൽ അതിനെ ആന എന്നു പറയുന്നു. Did you know? Elephants can hear each other's calls from 10 kilometers away. അറിയാമോ, ആനകൾക്ക് പരസ്പര വിളികൾ 10 കിലോമീറ്റർ അകലത്തുനിന്നും കേൾക്കാൻ കഴിയും. Hey, it's a talking parrot. In Malayalam, we say തത്ത. ഹേയ്, ഇത് സംസാരിക്കുന്ന ഒരു തത്തയാണ്. മലയാളത്തിൽ അതിനെ തത്ത എന്നു പറയുന്നു. Did you know? Parrots can learn over 100 words. അറിയാമോ, തത്തകൾക്ക് 100-ലധികം വാക്കുകൾ പഠിക്കാനാകും. Yay! We learn animal sounds in English and Malayalam. Don't forget to like and subscribe to Language Lab for more fun videos. Bye friends! See you soon! നാം മൃഗങ്ങളുടെ ശബ്ദങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി പഠിച്ചു. കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി ലാംഗ്വേജ് ലാബ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ സുഹൃത്തുക്കളെ, ഉടൻ വീണ്ടും കാണാം. Please don't forget to hit the subscribe, like, and bell notification buttons for the latest updates.